ഇതിനകത്തൊരു പ്രത്യേകത കൊണ്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം ഇവിടെ ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിനകത്ത് കറക്റ്റ് ആയിരിക്കണം ഫില്ലിങ് കണ്ടോ. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ ഈ രീതി ചെയ്ത പോലാണ് ഞാൻ നിങ്ങളത് ഈ രീതി ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കണ്ടില്ലേ, ചോളം ഇട്ട് കൊടുക്കണ്ടോ. ഇങ്ങനെ അടുപ്പിച്ച് ചോളം ഇട്ടാൽ നല്ലപോലെ തന്നെ പിടിക്കുന്നത്. അത് കണ്ടില്ലേ, നോക്കി വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് വിത്ത് ധാരാളമായിട്ട് ഇതുപോലെ വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് വളർത്തിയെടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ട് കാണിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കണ്ടോ, നമ്മളെല്ലാ രീതികളിലും കണ്ടോ നോക്കി. ഹായ്, നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ രീതി ഒരുപാട് ആൾക്കാർ ഈ വിത്ത് മുളപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാഹസികമായ ജോലി തന്നെ ആയിരിക്കും. നമ്മുടെ വീട്ടമ്മമാർക്കായിക്കോട്ടെ, കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വളരെ നിസ്സാരമായിട്ട് തന്നെ ഒറ്റ പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ മതി. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് കണ്ടല്ലോ, ഒരു കുപ്പിക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സാധനം നോക്കി, ഓരോ ഡ്രോപ്സ് ഇപ്പോഴും വെള്ളം വീണുകൊണ്ടിരിക്കുക കണ്ടില്ലേ. അപ്പം വളരെ ഇത് കണ്ടോ, വേരുകളൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത്. അപ്പം നമ്മൾ ഇത്തവണ ചോളം കൃഷി ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ചോളമാണല്ലോ കപ്പലണ്ടി ആണല്ലോ എന്ത് വിളകൾ വേണമല്ലോ, ഈ കുപ്പിക്കകത്ത് ഒറ്റ പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കിത് നല്ല രീതിയിൽ വിത്ത് മുളയ്ക്കുന്നതാണ് വലിയ പ്രത്യേകത. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ കൂടെ അറിയണ്ടേ. സോഡാ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് നോക്കിയതാ ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നേരെ അങ്ങ് റിമൂവ് ചെയ്യുക കണ്ടല്ലോ. നോക്കി പകുതി കഴിഞ്ഞുള്ള ഭാഗം വേണം നമുക്ക് കിട്ടാണ്ട്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഇത് കണ്ടോ നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നതാണോ നോക്കി. നമുക്ക് 2 പീസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ കണ്ടല്ലോ, ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കണ്ടല്ലേ. നമ്മൾ നിസ്സാരമായിട്ടൊരു ഹോൾ കാണാമല്ലോ നോക്കി. അപ്പോൾ ഈ ഒരു ഹോൾ ഇടുക. അതിനുശേഷം നമ്മളിത് ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതൊരു ചണനൂൽ എടുക്കുക. ഈ ചണനൂൽ എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചണനൂലിൻ്റെ നീളം നോക്കിയിട്ട് ഇവിടെ ഒരു ചെറിയ പിരിവിരിക്കുക. എന്നിട്ട് നേരെ ഇത് ഹോളിനകത്തോട്ട് ഇത് കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ. ഇങ്ങനെ ഇത് കണ്ടില്ലേ നോക്കി, ഇങ്ങനെ ഹോളിനകത്തോടെ കയറ്റി കണ്ടോ. നമ്മളിത് ഈ കുപ്പി കണ്ടോ, ഈ കുപ്പിക്കകത്തൊരു നേരെ ഇത് കണ്ടല്ലോ നോക്കി, ഇങ്ങനെ ഇറക്കി വിടുക കണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് നമുക്ക് നേരെ ഇത് തിരിച്ചെടുക്കുക. കാരണം ഇതിനകത്തൊരു പ്രത്യേകത കൊണ്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം ഇവിടെ ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിനകത്ത് കറക്റ്റ് ആയിരിക്കണം ഫില്ലിങ് കണ്ടോ. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ ഇത് ചെയ്ത പോലാണ് ഞാൻ നിങ്ങളത് ഈ രീതി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കണ്ടില്ലേ. കറക്റ്റായിട്ടൊന്ന് നോക്കണം. ഞാൻ നേരെ മണ്ണിട്ട് കൊടുക്കണം. എത്ര മണ്ണിടുന്നോടോ നോക്കണം. നമ്മൾ ഇത്ര ഭാഗം മണ്ണിടുന്നുള്ളൂ, ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് ഈ ചകിരി ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ഇത് കണ്ടല്ലോ, നമ്മളെ കയറ് കണ്ടല്ലോ ചണനൂല്, ഇതിപ്പോൾ ഈ സൈഡിൽ കൂടെ വന്നിരിക്കുന്നത്. അപ്പുറത്തെ ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്തു കഴിയുമ്പോൾ നേരെ ഈ നോക്കി കറക്റ്റ് സെൻറ്ററിലായി കണ്ടല്ലോ നോക്കി. ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ ചോളം നമുക്ക് കൃഷി ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് കൃഷി ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് കൃഷി ചെയ്യാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടി കൃഷി ചെയ്യാം. നമുക്ക് എന്ത് വിത്തുകളാണെങ്കിലും ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതി സക്സസ് ആയി. ചോളം ഇട്ട് കൊടുക്കണ്ടോ, ഇങ്ങനെ അടുപ്പിച്ച് ചോളം ഇട്ടാൽ നല്ലപോലെ തന്നെ പിടിക്കുന്നത്. അത് കണ്ടില്ലേ നോക്കി, വളരെ സിമ്പിളാണ് നമുക്ക് ചോളം കൃഷി ചെയ്യാനായിട്ട്. ഇപ്പം ഇതിനകത്തോട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഏത് കണ്ടോ നോക്കണം, ഇതിനകത്തോട്ട് ഇത്രയും വെള്ളം ഒഴിക്കും. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കണ്ടോ. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം നോക്കണം. എന്നിട്ട് നേരെ എടുത്തിട്ട് ചണനൂല് മുങ്ങുന്ന രീതി, അതായത് ചണനൂലും മുങ്ങി ആ കുപ്പിയുടെ ഒരു അടപ്പ് കണ്ടോ. ഇത്രയും കാര്യങ്ങൾ നോക്കി. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു ശകലം ചകിരിച്ചോറ് ഇങ്ങനെ ഒന്ന് വിതറിയേക്കണം. അത് ശകലം ഇടാവുള്ളൂ. ഇത്രയും കാര്യമുള്ളൂ. വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് വിത്ത് ധാരാളമായിട്ട് ഇതുപോലെ വളർത്തിയെടുക്കുക. അപ്പോൾ നമ്മളിത് വളർത്തിയെടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ട് കാണിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കണ്ടോ, നമ്മളെല്ലാ രീതികളിലും കണ്ടോ നോക്കി. ഇതുപോലെ 1, 2, 3 ഇങ്ങനെ നമ്മൾ നോക്കി 5-6 എണ്ണത്തിലേക്ക് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചോളം എടുത്തിട്ട് നടാൻ പോകുന്നത്. അപ്പോൾ നടുന്ന രീതിയോടെ കാണിക്കാം നിങ്ങളെ. നമുക്ക് എവിടം വരെ വേര് വന്നെന്ന് അറിയണ്ടേ. അപ്പോൾ അതേ നോക്കിയേ, നമ്മുടെ ഈ ചണനൂല് വഴി നോക്കിയ വേര് ഇവിടെ വന്നിരിക്കുക പറ്റും പെട്ടെന്ന്. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കുക കണ്ടോ. ഇങ്ങനെ കറക്കിയതിന് ശേഷം ഇത് കണ്ടോ. എന്നിട്ട് ഇവിടുന്ന് ഒരു ചെറിയ തള്ള് നോക്കണം നിങ്ങൾ. ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത് കാണിക്കും നോക്കണം. ഇത് കണ്ടില്ലേ കണ്ടോ, വളരെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചോളം പറിച്ചെടുത്തിട്ട് നടാം. കാരണം ഒരു കേടുപാട് പോലുമില്ല, ഒരെണ്ണം പോലും വേരോട്ടം കിട്ടാത്ത ഒരു ചെടിയും കാണത്തില്ല ഇതിനകത്ത് കണ്ടോ. ഇങ്ങനെ ഓരോന്നെടുത്ത് തടത്തി കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ചോള കൃഷി കണ്ടോ. അതാണിത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മളിത് ഇത്രയും വശം നല്ല രീതിയിൽ പാത്തി എടുത്തിരിക്കുകയാണ് നമ്മൾ ചോളം നടാൻ വേണ്ടി. അപ്പോൾ ഈ പാത്തിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ കുറച്ച് ചാരം ആഡ് ചെയ്യണം. കുറച്ചേ എടുത്തുള്ളൂ. ഇവിടെ മൂലം കൊടുത്തോളാം ഉണ്ടോ. കക്കാപ്പൊടിയാണ് നീറ്റിയൊക്കെ അടിയിലാണ് കൊടുക്കുന്നത് നോക്കിയാലോ. നമ്മൾ അടുത്തായിട്ട് കൊടുക്കുന്ന കോഴിവളം നോക്കി. ഇപ്പം ഈ മഴ സമയത്ത് കൊടുക്കേണ്ട സാധനം ഇതാ കണ്ടോ. അതായത് തടത്തിലോട്ട് തട്ടുക നമ്മൾ കോഴിവളം. അടുത്തായിട്ട് കൊടുക്കാൻ പോകുന്ന കരിയിലാണ്. കരിയില ഇത് കണ്ടില്ലേ, ഇങ്ങനെ അതിൻ്റെ അടിയിലോട്ട് കണ്ടോ. ഏറ്റവും നല്ല വളമാണ്. കരിയില കത്തിച്ച് കളയരുത്. ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ചാമ്പിയങ്ങ് ഉണ്ടോ. ഇപ്പം ഇത് നല്ല രീതിയിൽ നല്ല പാവമായി കിടക്കുന്ന കരിയില കണ്ടോ.
നല്ല വളമാണ് സംഭവം. നമ്മളിത് കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ വേരോട്ടം കിട്ടും. നമ്മളടുത്തായിട്ട് ചാണാനാണ് കൊടുക്കുന്നത്, പച്ച ചാണാൻ. പച്ച ചാണകം നമുക്ക് നേരിട്ട് ഒഴിക്കാൻ കുഴപ്പമില്ല. ഞാനത് കലക്കി എടുക്കണം. നല്ല ഇതുണ്ടോ ഇതിൻ്റെ മുകളിലോട്ട് കണ്ടോ. കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇത് കണക്ക് വാരം എടുത്തിട്ട് വേണം ഈ വാരത്തിനകത്തോട്ട് എല്ലാ അതായത് കണ്ടോ ഈ തടത്തിൻ്റെ ഇത് കണ്ടില്ലേ, ഇത്രയും തടമുണ്ട് കണ്ടില്ലേ, അപ്പുറം ഇപ്പുറം നല്ല പൊക്കമുണ്ട് കണ്ടോ. ഈ തടത്തി കൊടുത്തിട്ട് വേണം മണ്ണ് കൂട്ടാനായിട്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൊടുക്കുന്ന ചാണാപ്പൊടി ഓൾറെഡി നമ്മൾ ചാണാപ്പൊടി ഇവിടെ കൊടുക്കുന്നില്ല, കാരണം ഒരുപാട് അഴുകൽ പ്രശ്നങ്ങളുണ്ടാകും ചാണാപ്പൊടി ഒരുപാട് കൊടുത്താൽ. അതുകൊണ്ട് നമ്മൾ കോഴിവളമാണ് പിന്നീട് അത് വലുതായി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കത്തുള്ളൂ 4-5 പരുവത്തിൽ. അത് ഇങ്ങനെ മണ്ണും കൂടെ തടത്തിലോട്ട് വെട്ടി അങ്ങോട്ടിട്ട് മൂടിയേക്കണം കേട്ടോ. അപ്പം മണ്ണ് നല്ല ഇളക്കവും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ തൈകളൊക്കെ പെട്ടെന്ന് കയറി വരും കേട്ടോ. നമ്മളിപ്പോൾ ചാണാപ്പൊടി കൊടുത്തിട്ടില്ലേ, അപ്പോൾ ഇങ്ങനെ കൂമ്പാരമാക്കണം. എന്നിട്ട് വേണം നമ്മൾ തൈകൾ നടാനായിട്ട്. തടം റെഡിയാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മണ്ണ് കൂട്ടിയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം കണ്ടോ. എൻ്റെ ഈ തടം ഒന്ന് നോക്കിക്കണം, കറക്റ്റ് പരുവത്തെ വന്നിരിക്കണം ആ തടം എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം കെട്ടിക്കിടക്കരുത് കണ്ടോ. ഇതുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണ് ഇത് ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി കൊടുക്കണം, നല്ല പൊക്കവും കിട്ടും. അപ്പോൾ അതിൻ്റെ ചവറ് നമ്മൾ ഈ ചാണകവെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ലതായിട്ട് പെട്ടെന്ന് കയറി വന്നോന്ന് ചെടികൾ കണ്ടല്ലേ. അപ്പം നമ്മൾ കുറച്ച് ചോളം നടുന്നുള്ളൂ നമ്മൾ കുപ്പിക്കകത്ത്. നമ്മൾ കഴിഞ്ഞ് നമ്മൾ ചോളം ഇങ്ങനെ ഇത് കണ്ടോ, ഇതൊക്കെ സിമ്പിളാണ് കണ്ടല്ലേ. വേര് വരെ നമുക്ക് വന്ന് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, വേറെ സിമ്പിളാണ് നമുക്ക് ചോളം നടാനായിട്ട് കണ്ടോ. ഇതൊരു വിത്ത് പോലും നമുക്ക് ഡാമേജ് ആയി പോകുന്നില്ല. ഇത് കണ്ടില്ലേ, അപ്പം നമ്മൾ കുറച്ചാണ് നടുന്നത്. ഇവിടെ നിന്ന് വരെ നമുക്കൊരു 2-3 എണ്ണം എടുക്കുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. അതുപോലെ നമ്മൾ ചോളം നടുന്ന് നോക്കണം. ഇതുണ്ടല്ലോ, ഒരു വിത്ത് പോലും പോകുന്നത്. ചോളം എപ്പോഴും അടുപ്പിച്ചടുപ്പിച്ചേ നടാവുള്ളൂ കണ്ടോ. ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. ഇത് കണ്ടോ, നിസ്സാര പരിപാടിയില്ല കണ്ടോ, ഇത്രയും കാര്യമുള്ളൂ കണ്ടോ. അപ്പോൾ ഇത് ഞാൻ ബാക്കി അങ്ങോട്ടെല്ലാം പയർ കൃഷിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങളെ ഈ ചോളം നട്ടാണ് കാണിച്ചത്, കാരണം നമ്മൾ വേറെ സ്ഥലത്താണ് ഈ ചോളം മുഴുവൻ കൃഷി ചെയ്യുന്നത്. തൽക്കാലം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ തടവിരിക്കുന്നതും ഇതിന് കൊടുത്ത വളങ്ങളെക്കുറിച്ചാണ് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് നൽകിയത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ.